എന്താ പ്രകാശ ഈ നേരത്ത്? സഖാക്കൾ ജീവൻ നൽകി പാലിൽ വളർത്തിയ പ്രസ്ഥാനം, ചോരച്ചെങ്കൊടി കീഴിൽ മാനവരൊത്തു വളർത്തിയ പ്രസ്ഥാനം, ധീരസഖാക്കൾ ജീവൻ നൽകി പാലിൽ വളർത്തിയ പ്രസ്ഥാനം, ചോരച്ചെങ്കൊടി കീഴിൽ മാനവരൊത്തു വളർത്തിയ പ്രസ്ഥാനം, മർദ്ദകർ ഞെട്ടും മർദ്ദിത ഗുണരും മാനവമോചന പ്രസ്ഥാനം, മർദ്ദകർ ഞെട്ടും മർദ്ദിത ഗുണരും മാനവമോചന പ്രസ്ഥാനം. ഉദിച്ചുയരും പണിയാളരുടെ പൊന്നിൽ മുക്കിയ കനവുകളിൽ, ഉദിച്ചുയരും പണിയാളരുടെ പൊന്നിൽ മുക്കിയ കനവുകളിൽ, വിശപ്പെരിയും അവരുടെ ചിന്തയിൽ വിലങ്ങുകൾ പണിയും ചൂഷകരിൽ, ഉയരും ചെങ്കൊടി കീഴിൽ നിന്നു തുടങ്ങാം നമ്മൾക്കൊരു മന്ത്രം, ഉയരും ചെങ്കൊടി കീഴിൽ നിന്നു തുടങ്ങാം നമ്മൾക്കൊരു മന്ത്രം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ധീരസഖാക്കൾ ജീവൻ നൽകി പാലിൽ വളർത്തിയ സഖാക്കളെ, നമ്മെ സംബന്ധിച്ച് സഖാവ് ബാപ്പുട്ടിയുടെ രക്തസാക്ഷിത്വം കൊണ്ട് വളരെയേറെ ദുഃഖം നൽകുന്ന ഈ സന്ദർഭത്തിൽ മറ്റൊരു വേദന കൂടി നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഖാവിൻ്റെ ഭാര്യ സുഹറയും മകൾ നാദിയയും ഈ ഗ്രാമത്തിൽ നിന്നും മകളുടെ ഉപരിപഠനത്തിനായി നമ്മെ വിട്ടുപോവുകയാണ്. ഈ അവസരത്തിൽ സഖാവ് സുഹറയുടെ സേവനം നഷ്ടപ്പെടുന്നതിൽ പാർട്ടിയുടെ സഹചാരികളായ നമുക്ക് ഈ വേർപാട് വേദന മാത്രമല്ല, ഒരു വലിയ നഷ്ടം തന്നെയാണെന്ന് നമ്മൾ കരുതുന്നു. സഖാവിൻ്റെ രക്തസാക്ഷി അനുസ്മരണ വേളയിൽ നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി സഖാവ് സുഹറയെ ഞാൻ ക്ഷണിക്കുന്നു. സഖാക്കളെ, സഖാവ് ബാപ്പുട്ടിയുടെ രക്തസാക്ഷി ദിനത്തിൽ നിങ്ങളിലൂടെയും എന്നിലൂടെയും ഇന്നും ജീവിക്കുന്ന സഖാവിൻ്റെ പ്രവർത്തനങ്ങൾ ഭാഗികമായെങ്കിലും എനിക്കും ചെയ്യാനായതിൽ സംതൃപ്തയാണ് ഞാൻ.
ഇനിയും സഖാവിൻ്റെ സ്വപ്നങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ബാപ്പുട്ടിക്കയുടെ ഓർമ്മകളില്ലാത്തൊരു നാട്ടിലേക്ക് ആ മുതുകാടിന് ആരെങ്കിലും വന്നാ ഞാൻ നാസറിൻ്റെ അടുത്തേക്ക് പോയതാന്ന് പറ. അവിടുന്ന് തോട്ടത്തിലേക്ക് ചെല്ലുമെന്ന് പറയും. എൻ്റെ കാറ് കഴുകൽ ഇനിയും കഴിഞ്ഞില്ല അസൈനാരെ. എന്താ ഈ അതിൻ്റെ പെയിനും കൂടെ തുടച്ചെടുക്കുക? അനക്കിവിടെ മല മറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. നേരത്തിനും കാലത്തിനും എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ? ഈ അന്നൊക്കെ പണിക്ക് നിർത്തിയ നേരത്ത് 4 നാൽക്കാലി നിർത്തിയ നന്ദി കാട്ടിയേ. കൂട്ടത്തിലൊരു വരുമാനമായിരുന്നു. അസൈനാരേ, ആ എന്താ കണ്ണു മൂക്കൂല്ലേ സുലൈമാനെ എനക്ക്? ഞാനൊരു മിന്നായം പോലെ കണ്ടപ്പോ കോയാന്ന് വിചാരിച്ചു. എന്താ കണ്ണും കണ്ടുവിടാതായോ? കാറ് കോയാന്ന് കരുതിയ അനക്ക് തിമിരം തന്നെയാ. മിനിഞ്ഞാന്ന് ഡോക്ടറും പറഞ്ഞു തിമിരമുണ്ട് എന്ന്, ഓപ്പറേഷൻ വേണ്ടി വരും. അതിനൊരു സഹായം ഇവിടുന്ന് വേണ്ടി വരും. രാവിലെ തന്നെ എൻ്റെ ഒരു ഇല്ലാത്തരം. കാറിന്റെ ഇടയിൽ കിടന്ന് കോഴി ചാവുന്നതിന് ചത്താലേ പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്ന കായന്റെ ചെലവേ ആവുള്ളൂ. വേഗം വാ, നിങ്ങൾ ചായ കുടിച്ചിട്ട് വേണം എനിക്ക് വേറുള്ളത് നോക്കാൻ. ചായ കുടിച്ചിട്ട് വേഗം ഒരുങ്ങിക്കോ, സ്കൂളിൽ പോവാനുള്ളതാ. അല്ലാ കാലുന്നാല് താത്താ, ചായ കുടി കഴിഞ്ഞിട്ടില്ല. ആര്, സുലൈമാനോ? നല്ല നേരത്താണ് പഠിച്ചോനെ ഇവിടക്ക് വന്ന്. ആ കാക്കക്കുള്ള കാക്കക്ക് നാളെ ചൊല്ലി. എന്തേ 2 ദിവസമായല്ലോ സുലൈമാനെ ഈ വഴിക്ക് കണ്ടിട്ട്? ആ ഇവിടെ ഉള്ളവരല്ലാതെ ആരെന്നെ പറ്റി ചിന്തിക്കാനുള്ളത്? അല്ല ആശാത്ത് ഇവിടെ ഇല്ലേ? അതിന്റെ കാര്യം പറയാതിരിക്കുക ഭേദം. ഒരു ജീവശവം. ഇതിൽ ചായ വെള്ളം കിട്ടിയ നന്നേന്. രാവിലെ തന്നെ വല്ലാത്തൊരു കിട്ടും. ചൂടുവെള്ളം തട്ടിയ ഇത്ര കുറവുണ്ടാവും. കറീന്റെ മണം കേട്ടിട്ടേ നിങ്ങളെ കൈപ്പിടത്തിന്റെ ഒരു മണമുണ്ട്. ഉള്ളത് പറയാലോ,
വേലക്കാരുണ്ടെങ്കിലും രുചിയായിട്ട് വല്ലതും തിന്നണമെങ്കിൽ ഞാൻ തന്നെ വെക്കണം. അവനോന്റെ വീട്ടിൽ നിന്ന് കട്ട് തിന്നാനായിട്ടൊരു തള്ള. എന്റെ പടച്ചോനെ, ഇതിനൊന്നും ഈ കാണുന്നില്ലല്ലോ. ഈ ആയസ്ഥാന്റെ ഒരു തമാശ. അംബിക ഇവരെ പേർന്ന് ചേർക്കണം. സഖാവേ, മെഡിക്കൽ ക്യാമ്പിൽ റെക്കമെൻഡ് ഉണ്ടോ? എനിക്ക് ഇവിടെയൊക്കെ അല്ലാതെ എവിടെയാ അവസരം കിട്ടുക? ഇതൊന്ന് ചെയ്തു കൊടുത്തേ. ഇത് വെച്ചാൽ മതി. ശരി. ഇതാ നാസറേ. സഖാവേ, ആ. കണ്ണിന്റെ ഡോക്ടറെ ഒന്ന് കാണുന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണാവോ? മഞ്ചേരിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി വാ. സഖാവ ഇവരെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. ശരി. ഭാര്യയെ കണ്ടപ്പോ ഭർത്താവിന് കുഴക്കായില്ലേ? താങ്ങാറ് കണ്ടാലല്ലോ തളർച്ച വരുള്ളൂ. ഈ വെയിൽ കൊണ്ട് ഇങ്ങനെ വല്ലാതെ തളരല്ലേ? ആ ശരി. വരൂ അമ്മേ. ലൈല, നീ വീട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നിന്നെ ഇവിടെ കാണാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാനെന്നും പറഞ്ഞു പോന്നത്. നീ വാ. ഉപ്പയല്ലേ വീട്ടില്? അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇവിടെ കാണായിരുന്നു. പുതിയ ഏതോ ബിസിനസ്സിൽ കാശ് ഇറക്കിയിട്ടുണ്ട്. രാവിലെ പുറപ്പെടും. ഞാൻ വരാം വീട്ടിലേക്ക്. സഖാവ് 2 ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ വരാൻ പറ്റാഞ്ഞത്. എനിക്കറിയാം സൂറ, തിരക്ക് പിടിച്ചതാണേലും നിന്റെ ജീവിതത്തിന് ഒരു സുഖമുണ്ടല്ലോ. ഞാൻ തീർച്ചയായിട്ടും വരാൻ ലൈല. ഞാൻ കാത്തിരിക്കും. ഒരുപാട് പറയാനുണ്ട് എനിക്ക് നിന്നോട്. എന്താ അവിടെ? ഇത് സ്വരസംഗമല്ല, മെഡിക്കൽ ക്യാമ്പാ. സഖാവിനോട് ചാരിയപ്പോ എന്റെ ചങ്ങാതിയെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ കിട്ടുള്ളൂ. ജീവിതം ആസ്വദിക്കാൻ സാമൂഹ്യ സേവനം വളരെ നല്ലതാ. ലൈലി അതൊക്കെ ചിന്തിച്ച് ചങ്ങാതിയോട് പറയ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കും. ഞാൻ നടക്കട്ടെ സൂറ, ഞാൻ കാത്തിരിക്കും. ആഘോഷങ്ങൾക്ക് കൂടുതൽ പ്രൗഢിയോടെ 100% BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ വണ്ടൂരിൽ ആദ്യമായി. CKS ഗോൾഡ്, വണ്ടൂർ. കാലം മാറ്റുരച്ച കനകസ്പർശം. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫർ. ഓരോ പർച്ചേസിനും സമ്മാനങ്ങൾ ഉറപ്പ്. എന്തു പറ്റി രാഘവേട്ടാ? രാഘവേട്ടാ, എന്താ പറ്റി രാഘവേട്ടാ? ഡോക്ടർ കാണണോ? അതിന് മാത്രമൊന്നുമില്ല ലക്ഷ്മിയെ. എന്നിട്ടെങ്ങനെ? കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു.
ഒന്നുമില്ലാന്നേ, ഞാനിപ്പോ ഒരു ഗുളിക കഴിച്ചതേ ഉള്ളൂ. നിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. എനിക്കൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? രാഘവേട്ടനല്ലാതെ എനിക്കാരാ? ഞാൻ കാരണം രാഘവേട്ടൻ. നീ എന്താ അങ്ങനെ ചിന്തിക്കണത്? നിനക്ക് അങ്ങനെ തോന്നിയേ? ഒക്കെ തോന്നല. കുറച്ച് കഴിഞ്ഞാൽ നമുക്കെന്ന് പറയാനൊരുണ്ണി. പിന്നെ നമ്മളെങ്ങനെയാ ഒറ്റപ്പെടുക? എന്നാലും ഒരെന്നാലും ഇല്ല, ഒക്കെ നിന്റെ തോന്നല. എന്നാലും രാഘവേട്ടൻ ഈ അസുഖത്തിലും ഒരു വിശ്രമവുമില്ലാതെ. നീ പോയി വാതിൽ ഓർക്ക്. ബാപ്പുട്ടിൻ്റെ അവിടെ? ഇല്ല, ഇന്ന് ക്ലാസ് എടുക്കാൻ കോളേജിൽ പോയിട്ടുണ്ട്. കുറെ ദിവസമായില്ലേ ബാപ്പുട്ടിക്ക് ആ വഴിക്ക് പോയിട്ട്. അവൻ അവൻ്റെ ബാപ്പാനെ പോലെയാ, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി എവിടെ എത്തും. അസി, ലൈലല്ലേ ഇവിടെ? ആ, ഒരു മാളികന്റെ മുകളിലുണ്ടാവും. ഞാൻ മുതലാളിന്നല്ല അസിയെ ഇങ്ങനെ വിധേയത്വം കാട്ടാൻ. ഇവിടെ നിന്നാ ശീലം ചോരയിൽ അലിഞ്ഞു ചേർന്നതാ. താഴാൻ എളുപ്പ, ഉയർന്നു കിട്ടാൻ ഇത്തിരി ഒന്നല്ല ബുദ്ധിമുട്ട്. നിങ്ങളൊക്കെ പറയണതും ചെയ്യണതും കേൾക്കുമ്പോ തോന്നാറുണ്ട് അതുപോലൊക്കെ ആകണമെന്ന്. തോന്നിയാ പോരാ, ആകണം. ഉമ്മ, ഈ നേരത്താണോ ഭക്ഷണം കഴിക്കുന്നത്? നേരവും കാലവും നോക്കിയിട്ട് കാര്യമില്ല കുട്ടിയെ. വിശക്കണേന് വല്ലതും കിട്ടണമെങ്കിൽ അവനാൻ തന്നെ എടുത്ത് കഴിക്കണം. റസിയ ലൈല ഇവിടെ ഉണ്ടായിട്ടോ? ആളുണ്ടായതുകൊണ്ടായോ? ലൈലാന്റെ കാര്യം മോക്കറിയില്ലേ? കൂട്ടിലടച്ചിട്ട മാതിരി ഓൾ ആ മുറിയിൽ അങ്ങനെ ഇരിക്കും. ജീവൻ കിടക്കാൻ വേണ്ടി ഓൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്കും. എന്നാലും റസിയല്ലേ ഇവിടെ? ഓളുടെ കാര്യം പറയാതിരിക്കുക നല്ലത്. ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ. പട്ടാളഭരണല്ലേ ഓളിവിടെ നടത്തുന്നത്. ഹാജിയാരൊന്നും പറയൂലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി പറഞ്ഞാൽ തന്നെ ശ്രദ്ധയുണ്ടോ? മൂപ്പരുടെ തലയിൽ എപ്പോഴും പണവും സമ്പത്തും മാത്രമല്ലേ ഉള്ളൂ. നേടുന്ന സമ്പത്ത് പങ്കുവയ്ക്കാൻ അറിയാത്ത മനുഷ്യന് സ്നേഹവും പങ്കുവയ്ക്കാൻ കഴിയില്ലുമ്മ. ശരി അയ്യാ പറഞ്ഞത്. സക്കാത്തും ദീനും ഒരു കിതാബിലാക്കി അളമാറയിൽ വെച്ചേക്ക, ഒരു കാഴ്ചവസ്തുവിനെ പോലെ. റസിയാനെ കണ്ടില്ലല്ലോ. ഓള് ടൗണിൽ പോയതാ, ഇനി അന്തിക്ക് കാത്താ മതി. അല്ല, ലൈലേന്റെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചേ? ഉമ്മയ്ക്കുണ്ടാവല്ലോ ഒരു തീരുമാനം. അന്നെ കാണുമ്പോ നിന്റെ മനസ്സിൽ വരണ ഒന്നുണ്ട്. എന്തേ അമ്മ? അന്നെപ്പോലെ പഠിച്ചോളാ ഓളും. പക്ഷേങ്കില് ജീവിതത്തിൽ ഇജി കാട്ടുന്ന ഈ ധൈര്യം ഉണ്ടല്ലോ, അതൊക്കില്ല. മനുഷ്യരെല്ലാരും ഒരുപോലെ അല്ലല്ലോ ചിന്തിക്കുക. അനുഭവങ്ങൾ പഠിപ്പിക്കുമ്പം മാറാനുള്ള ചങ്കൂറ്റം പഠിച്ച പെൺകുട്ടിയൊക്കെ വേണം. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മതിക്കരുതെന്നല്ലേ പറയുക. എല്ലാം ശരിയാവും. ഉമ്മ എങ്ങനെ വിഷമിക്കുന്നത് കണ്ടാ ഓക്ക് വിഷമം കൂടുതലേ ഉള്ളൂ. മോള് പറഞ്ഞതും നേരാ. ആ തൻ്റെ ഇടത്തിനുള്ള തേട്ടാ ഇപ്പം എനിക്ക്. ഞാൻ ലൈലേന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ലൈല, ഞാൻ വായനയുടെ രസം കളഞ്ഞോ? നീ വന്നപ്പോ എന്റെ മടുപ്പൻ ലോകത്തുനിന്ന് രക്ഷപ്പെട്ടതുപോലെ. നല്ല പുസ്തകങ്ങളെ നിന്റെ മടുപ്പൻ ലോകത്തിന്റെ ശത്രുക്കളാക്കി മാറ്റുകയാണ് വേണ്ടത്. എന്റെ കാര്യത്തിൽ ജീവിതമാണ് ശത്രു. നീ എന്താ ഭീരുക്കളെ പോലെ സംസാരിക്കുന്നത്? ഒരു സ്ത്രീ അത് പറയുമ്പോൾ സമൂഹം പറയുന്നതാണ് നീ പറഞ്ഞത്. ഭീരു. ജീവിതത്തിൽ നിന്ന് ജീവിതത്തെ എടുത്തു മാറ്റിയ പിന്നെ ബാക്കി എന്താ? അങ്ങനെ ചോദിച്ചാ എനിക്കൊരു ഉത്തരവുമില്ല. നീ ചോദിക്കേണ്ടിയിരിക്കുന്നു. ചോദിക്കാത്തതാണ് നിന്റെ ഈ മടുപ്പൻ വിഴുപ്പിന്റെ കെട്ടഴിയാത്തത്.
പുരുഷന്റെ പ്രമാണിത്വമല്ല സുഹറ ലോകത്തെവിടെയും. പഠിപ്പും വിവരമുള്ള നീ ഇത് പറയുമ്പോ ഇതൊന്നുമില്ലാത്ത സ്ത്രീകൾ എങ്ങനെയാണ് ലൈല സ്വതന്ത്രയാവുന്നത്? പുരുഷന്റെ വാര്യലിൽ നിന്നല്ലേ സ്ത്രീയെ സൃഷ്ടിച്ചത്, അവന്റെ അടിമയായിട്ട്. നീ ഇപ്പോഴും വാര്യലിലാണെന്നാണോ വിശ്വസിക്കുന്നത്? കഷ്ടമാണ് ലൈല. ഇക്കാലത്തും എഡ്യൂക്കേറ്റഡ് ആയ ഒരു പെൺകുട്ടിയുടെ ചിന്ത ഇത്രയേ ഉള്ളൂ. മതഭക്തി നല്ലതിനാവണം, അതിലെ തെറ്റിനെ നന്മ കൊണ്ട് തിരുത്തണം, അല്ലാതെ സ്വയം നശിക്കാനല്ല. സ്ത്രീയിലെ വ്യക്തിയെ അംഗീകരിക്കാതെ തന്നിഷ്ടത്തോടെ മാത്രം അവളെ പുകഴ്ത്തുകയും ഇകഴ്ത്തുകയും ചെയ്യുന്ന പുരുഷന് അവളുടെ ശരീരമാണ് പ്രധാനം, ആത്മാവല്ല. നീ പറയുന്നതല്ല പുരുഷൻ. അല്ലെങ്കിലും സ്ത്രീക്ക് എന്തറിയാം പുരുഷനെ കുറിച്ച്? അതുപോലെ തന്നെയാണ് സ്ത്രീയെക്കുറിച്ച് പുരുഷന്റെ അറിവ്. പ്രകൃതി സൃഷ്ടിച്ച സ്ത്രീയും പുരുഷനും ഒരാൾ മറ്റൊരാളുടെ അടിമയോ ഉടമയോ ആവുന്നില്ല. നീ പറയുന്നത് ചില്ലിട്ട് ഫ്രെയിം ചെയ്യുന്ന ആദർശങ്ങളാണ്. അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് മറ്റൊന്നാണ് സുഹറ. നീ സമൂഹത്തിൽ നിന്ന് എന്ത് പഠിച്ചെന്നാണ് പറയുന്നത്? ലൈല, നീ തോറ്റു കൊടുക്കുകയാണ്. സ്വന്തം സ്വത്തും അറിയാത്തതിന്റെ തോൽവി. മകൾ വിവാഹപ്രായം എത്തിയപ്പോൾ മഹർ നിശ്ചയിച്ച് ഒരുത്തിന് വിൽക്കുമ്പോൾ എന്റെ മനസ്സ് കാണാൻ കഴിയാത്ത വാപ്പ, ഭാര്യയുടെ ശരീരം മാത്രം കണ്ട കൗശലക്കാരനായ ഭർത്താവ്, ഇവരിൽ നിന്ന് എന്താണ് ഞാൻ പഠിക്കേണ്ടത്? ഒരു വക്ത് നിസ്കാരം ഹളാക്കിയിട്ടില്ല, ഒരു സുന്നത്ത് നോമ്പ് പോലും ഒഴിച്ചിട്ടില്ല. എന്നിട്ടും നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ വന്നത്. നിന്റെ കൂട്ടുകാരി എന്ന നിലയിൽ നിന്നെ മാറ്റേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. അതിലേറെ സ്ത്രീയായി ജനിച്ചതിലുള്ള അഭിമാനത്തിനും അവകാശത്തിനുമാണ്. ഇസ്ലാമിൽ പ്രവാചകൻ ചെയ്തിട്ടുള്ളതും സ്ത്രീ സ്വാതന്ത്ര്യം തന്നെയല്ലേ ലൈല? ആർക്കാണ് നാം കൂടുതൽ സേവ ചെയ്യേണ്ടത് എന്ന അനുചരന്റെ ചോദ്യത്തിന് 3 തവണയും നിന്റെ മാതാവിന് എന്നല്ലേ അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത്? നിനക്കൊരു പുസ്തകം തരാൻ വേണ്ടി വന്നതാ. സംസാരിച്ചു വന്നപ്പോ നീ വരുന്നതുവരെ മനസ്സിനൊരു ഭാരമായിരുന്നു, ഇപ്പൊ അത് ഇറക്കി വെച്ചതുപോലെ. എന്നാ ഞാൻ പോട്ടെ. ഒന്ന് നിന്നേ. ദീനവിശ്വാസത്തിലുള്ളവരെ വഴിതെറ്റിക്കാൻ ഇറങ്ങിയതായിരിക്കും. എത്ര പറഞ്ഞാലും ഉളുപ്പില്ലാതെ പിന്നെയും വരണമെങ്കിൽ അത് തോലിന്റെ കട്ടിന്ന് പറഞ്ഞാൽ മതിയല്ലോ. വഴിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ റസിയ. പോകുന്ന മാർഗത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് കാണുന്നവരൊക്കെ വഴികാട്ടിയായി തോന്നും. ഇതിപ്പോ എന്തിനാ അങ്ങനെ കൈക്കൊണ്ട് കിടക്കണ്? അടുത്ത് നിന്നാ പോരെ. ഈന്തപ്പനത്തോപ്പിൽ കാവൽ മാലാക്കന്മാരെ കണ്ണു വെട്ടിച്ച് ആ നിക്കണ ചിന്നേതാ? പച്ചക്കുപ്പായവും കാലം കൊടിയും. ഇതാണാ സൂയിപ്പാക്കി. കോജാത്തി പാത്തൂന്റെ കയ്യിന്ന് ഓളയും വാങ്ങിപ്പോയ പോക്ക നമ്മൾ വിടൂല. എന്നെ ഞമ്മള് വിടൂല. എന്റെ പച്ചപ്പത്രാസും കാട്ടി ഇന്റെ അടുത്തുനിന്ന് കൊണ്ടേതാ ജോളെ. ഇപ്പൊ പേര് കഴിഞ്ഞിട്ടുണ്ടാവും. എവിടെയാ ഓള് കുട്ടി? അതെന്താ യാത്രയിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇന്നത്തെ ചിന്ന കെട്ടിട്ട് ഓടിയത് പയം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓളെ ഓർമ്മ വന്നത്. നിങ്ങൾ ഓളെ കണ്ടിട്ട് എത്ര കാലായി? റസൂലിന്റെ നാടും സുബർക്കത്തും കടന്നിട്ടുള്ള യാത്രയല്ലേ. മലക്കുകളെ ചിറകടിക്കിട്ട് എന്റെ കാതടഞ്ഞു. ഇറാന്റെ അടുത്തെത്തിയപ്പോഴത്തെ ഞാൻ തളർന്നു പോയി. ബദറിന് പോകുമോ? ഇത് പള്ളലാക്കിയാലേ അകത്ത് കിടന്നൊരു ബദറാ. കേട്ടിട്ടില്ലേ? ഞാനിപ്പം പോവും പാത്തോ പാടയോര് ഇങ്ങളിപ്പം ഓന്തോടിയ വേലിക്കലറ്റം, ഇതോടിയ ആചാര അടുക്കളയിലെറ്റം. അന്നെ നമ്മള് പൂട്ടിത്തരാ. ഓടടാ ഓട്. ഇന്ത്യ മനെ എന്നെ നമ്മള്
എന്താ സുലൈമാൻക? എന്ത് പണിയാ ബാബുട്ടി ഈ കാട്ടിയേ? നിക്കടാ അവിടെ. ഓനെ പിടിച്ചു വെച്ചോ, ഓനെ വിടരുത്. എന്താ എന്നെ പാത്തോത്തി വിട് ബാബുട്ടി. പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം വേണോ ഒരിക്കൽ? ഈ പെന്നെ വിട്ട ജീവനോടെ പച്ചക്ക് കാണാം. പണ്ട് ഞാനൊരു അവത്തം കാട്ടിയതിന്റെ പേരിൽ കാണുന്നിടത്ത് ചോടിക്കാണെന്നെ ഇഞ്ചെന്നെ വീട്. ഇല്ലെങ്കിൽ എന്റെ പച്ച മയ്യത്ത് കാണേണ്ടി വരും. ഓനെ വിടരുത്. ഓന്റെ കജിന്ന് വാങ്ങിക്കൊണ്ടായതാ. യാത്രന്റെ ഇടയില് ഈന്തപ്പഴ തോട്ടത്തിൽ വെച്ചിട്ട് ഓന്റെ കജിന്ന് വാങ്ങിക്കൊണ്ടായതാ. വിടരുത്. ഇവനെ 2 പഴം തന്നെ പറ്റിച്ചതാ. ഓളിപ്പ് കൊണ്ടുതരാം. അതിനല്ലേ ഞാൻ ഓടിയത്. എന്റെ കഞ്ഞി പൊടി. താങ്ക്സ്. അങ്ങാടി പാത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ നാരായണ, ഇജ്ജ് രാവിലെ തുടങ്ങിയ ആളുടെ തിരപ്പ് തിരക്കണൊക്കെ ഇജ്ജെന്നെ വലിക്കുക. ഇങ്ങക്ക് ഇപ്പൊ അത് ചോദിക്ക. അന്ന് വലിച്ചതിന്റെ കൊണാപ്പൊക്കെ അങ്ങനെ. നിങ്ങക്ക് തിന്നാൻ എന്തേ വേണം? എന്താ നാർനാട്ടാ, ഇന്ന് ഹർത്താലായിട്ടും വീട് തീർപ്പന്നാ? ഹർത്താലോ? ഞമ്മളിവിടെ ഹർത്താലും ബന്ധമൊന്നും ഇല്ലാത്താണല്ലോ. അനക്കറിയാത്ത ഒന്നല്ലല്ലോ അക്കാര്യം. ഈ നാട്ടിൽ ബന്ധു ഹർത്താലൊന്നുമില്ല. അതൊക്കെ അങ്ങ് പുറത്ത്. അതൊക്കെ സഖാക്കളുടെ നിയമം. ഇപ്പൊ കാലവും ജനങ്ങളൊക്കെ മാറിയില്ലേ? സഖാക്കളെ നിയമം തന്നെ ഇപ്പോഴും ഇവിടുത്തെ നിയമം. എന്താ അനക്കിനിപ്പോ അതില് വല്ല മാറ്റവും വരുത്തണമെന്നുണ്ടോ? ഇന്ന് അതിന് ചെറിയ മാറ്റം വരുത്താൻ ഞങ്ങള്. ഒറ്റയാൾ പടയുടെ കാലം കഴിഞ്ഞു. അതെ, യുപിയില് ഗോവധത്തിനെതിരെ ഞങ്ങളുടെ സർക്കാർ നടത്തുന്ന ഹർത്താലിന് അനുകൂലിച്ചാണ് ഞങ്ങളുടെ ഹർത്താൽ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ കടയിൽ നിന്ന് പൂട്ടിക്കോ. ദേവാ, ഇത് കൊലച്ചതിയാട്ടോ. ഈ കടയിലുണ്ടാക്കി ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി തിന്നോ. എവിടെയോ എന്തോ സംഭവിച്ചതിന് ഈ നാട്ടും പുറത്തുകാരെന്ത് പേച്ചു പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അനുഭവിക്കാണ് നിങ്ങൾ അനുഭവിച്ചോ. വാടാ. ബോലോ ഭാരത് മാതാ കി ജയ്. ബോലോ ഭാരത് മാതാ കി ജയ്. ഗോവധം നിർത്തലാക്കുക. ഗോവധം നിർത്തലാക്കുക. ഗോവധം നിർത്തലാക്കുക. വേണ്ടേ വേണ്ട ഗോവധം. വേണ്ടേ വേണ്ട ഗോവധം. വേണ്ടേ വേണ്ട ഗോവധം. കട തുറക്കാൻ പറ്റൂല. അത് സമ്മതിക്കൂല. ഭാരത് മാതാ കി ജയ്. ഓ ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. ഗോവധം വേണ്ടേ വേണ്ട. ഗോവധം വേണ്ടേ വേണ്ട. പ്രകാശ, ഈ ഹർത്താലിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് ഒഴിവായിക്കൂടെ? ഈ ഗ്രാമത്തിലുള്ളവരാ നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത്. നിനക്കുള്ള അധികാരം എനിക്കുണ്ട് ഇവിടെ. നീ വെറുതെ വ്യക്തിവിരോധവും ആദർശം പറഞ്ഞു നടക്കണ്ട. അത്തരത്തിലൊരു ബന്ധു ഹർത്താൽ ഇവിടെ ആരും നടത്തിയിട്ടുമില്ല. നിനക്കും അറിയാലോ. ഇവിടെ നടക്കാതിരുന്ന കാര്യങ്ങൾ ഇനി ഞങ്ങളായിട്ട് അങ്ങ് തുടങ്ങാ ബാബുട്ടി. ഈ മാറി നിൽക്ക്. ഈ നാട്ടും പുറത്തെ സാധാരണക്കാരൻ ഒരു ദിവസത്തെ അന്നം കണ്ടെത്തുന്നത് കണ്ട പാടത്തും പറമ്പിലും പണിയെടുത്തിട്ടാ. 10ഓ 100ഓ കൂലി കിട്ടുന്നുണ്ട് വേണം അവന്റെ വീട്ടിലെ അടുപ്പിൽ തീ കത്താൻ. ഇവിടുത്തെ കച്ചവടക്കാരന്റെ വരുമാനം ഈ നാട്ടുമ്പുറത്തുകാരെ ആശ്രയിച്ച ഞങ്ങളും ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ നാട്ടുമ്പുറം അതിൽ ഉൾപ്പെടുത്താറില്ല. നമുക്കിതൊന്ന് ഒഴിവാക്കിക്കൂടെ? നീ പറയുന്ന ഒറ്റപ്പെട്ട ആദർശ. ഇതൊരു വെള്ളരിക്കപ്പെട്ടല്ല ബാപ്പുട്ടിയെ. നിനക്കുള്ളതിനേക്കാൾ ആദർശങ്ങളും ആശയങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞാൻ ഇസങ്ങളല്ല പറയുന്നത്. ഞാനും നീയൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന സഹോദരങ്ങളാ. അത് മറക്കരുത്. ഒരു സഹോദര സ്നേഹം ഇതിന്റെ ഏട്ടന്റെ കാര്യത്തില് എന്നോട് നീ കാട്ടിട്ടില്ല. നിന്റെ ഈ വൺ മാൻ ഷോ ഇനി വേണ്ട ബാബുട്ടി. എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ. ഇക്കാര്യത്തിൽ എന്തിനാ വെറുതെ ഒരു വാശി? വാശിയാടാ. നിനക്കെതിരെ നിൽക്കുന്നത് ഈ പ്രകാശനൊരു ഹര. വാശിപ്പുറത്താണെങ്കിൽ എന്റെ മയ്യത്ത് ചവിട്ടിട്ടേ നിനക്കതിനാവുള്ളൂ. എന്നാ പിന്നെ ആദ്യം ഇതൊരു ശവപ്പുറം വെക്കാനാണ് അവന്റെ തീരുമാനമെങ്കിൽ ആദ്യം എന്റെ മയ്യത്ത് ചവിട്ടി തുടങ്ങട്ടെ. നിന്റെ ശവല്ലേ അങ്ങക്ക് വേണ്ടത്? വീറും വാശിയുള്ള നിന്നെ ഈ ഊച്ചാളികൾക്ക് വേണ്ടി കളയാനുള്ളതല്ല നിന്റെ ചോര. ഈ നാട്ടുകാരുടെ ഇടയില്ലാതെ നിന്നെ ഒരു ദിവസം എനിക്ക് കിട്ടും. അന്ന് ആയുസത്താതെ ചാകാനാ നിന്റെ വിധി. കുറച്ചാൾക്കാർ അങ്ങോട്ട് പോ, കുറച്ചാൾക്കാർ ഇങ്ങോട്ട് പോ. വാ. ബോലോ ഭാരത് മാതാ കി ജയ്. ബോലോ ഭാരത് മാതാ കി ജയ്. ബോലോ ഭാരത് മാതാ കി ജയ്. ബോലോ ഭാരത് മാതാ കി. ദയവേത് ഞങ്ങൾ തടയരുത്. ഇതൊരു ആക്സിഡന്റ് കേസാണ്. വണ്ടി തന്നെ കൊണ്ടുപോകുന്നത് നിനക്കെന്താ എത്ര വാശി? നീ ഇന്ന് ഓടണ്ട. എന്റെ കുട്ടി ആസ്പത്രിയിലെത്തിയാൽ രക്ഷപ്പെടുന്ന കൊല്ലിയേട്ടന്മാരും അഞ്ചന്മാരും കൊണ്ടുപോയിക്കോ. പക്ഷെ വണ്ടി തന്നെ വേണ്ട.
കുട്ടിയല്ലേ, എടുത്താ പോരെ. ഞങ്ങൾ അറിയില്ല നിങ്ങള് ഇത് ദേവേട്ടന്റെ അനിയനാ. ഏത് ദേവന്റെ ഈശ്വരന്റെ ആളായിട്ടും കാര്യമില്ല. ഇന്ന് ഹർത്താലാ. ദൈവം ഒന്നറി പറഞ്ഞാലും നടക്കൂല മോളെ. അങ്ങനെ പറഞ്ഞല്ലേ മോനെ, എന്റെ കുട്ടീനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. വർത്താനത്തേക്ക് അടിച്ച് പൊളിക്കടാ. അയ്യോ എന്റെ മക്കളെ. വേണമെങ്കിലേ ആശുപത്രിയിലേക്ക് തള്ളിക്കൊണ്ടേക്കോ. വാടാ. എന്താ പറ്റി? കിണറ്റിൽ വീണ കുട്ടിയാ. പേടിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്റെ മക്കളൊന്ന് സഹായിക്കും. കൂടെ പോന്നോളൂ. ആഘോഷങ്ങൾക്ക് കൂടുതൽ പ്രൗഢിയോടെ 100% BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ വണ്ടൂരിൽ ആദ്യമായി. CKS ഗോൾഡ്, വണ്ടൂർ. കാലം മാറ്റുരച്ച കനകസ്പർശം. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫർ. ഓരോ പർച്ചേസിനും സമ്മാനങ്ങൾ ഉറപ്പ്. ദേവേട്ടാ, ദേവേട്ടാ എന്നെ കെട്ടു വീണു. വേഗല്ല പറഞ്ഞിട്ടുണ്ട്. നീ ചോദിക്കടാ. ബാപ്പുട്ടിയെ, ബാപ്പുട്ടിയെ, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരാപത്ത് വന്നപ്പോൾ എൻ്റെ കൂടെയുള്ളവരാരെയും ഞാൻ കണ്ടില്ല. നീ എന്താ ദേവ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആപത്തിൽ സഹായിക്കുന്നത് ജാതി മത രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ലല്ലോ. ഞങ്ങൾ നടക്കട്ടെ. അത്യാവശ്യം എന്തെങ്കിലും അറിയിക്കണം. ശരി. അസ്സലാമലൈക്കും. ജസീലോ, അനക്കിപ്പോ ഇങ്ങനെ ഇവിടെ ഒരാളുണ്ടെന്ന വീട് അറിയോ? അത് വാപ്പ, ലൈല അവിടുന്ന് വന്ന അന്ന് തന്നെ ഇവിടെ വരണമെന്ന് കരുതിയതാ. ആ ഇരിക്ക്. അന്റെ വാപ്പ അന്ന് എന്നെ വിളിച്ചിരുന്നു. എനിക്ക് പറയാനുള്ളത് അന്ന് തന്നെ ഞാൻ മൂസാനോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ട്. എന്താ എന്റെ തീരുമാനം? അതിപ്പോ ഞാനോ മൂസയോ തീരുമാനിക്കേണ്ടതല്ലല്ലോ, നിങ്ങൾ രണ്ടാളും തീരുമാനിക്കേണ്ടതാ. ആ നേരത്തെ ദേഷ്യം വരുമ്പോ മൊഴിയില്ലേ ഈ തെറ്റായി പോയി അറിഞ്ഞു തന്നെയാ ഞാൻ വന്നത്. ഇതാദ്യമായിട്ടൊന്നല്ലല്ലോ, ഒരിക്കൽ പറ്റിയാ മനസ്സിലാക്കാം. ഞാൻ വേണല്ലോ എന്റെ കാല് പിടിക്ക. അതൊന്നും വേണ്ട, ഇനി അത് ആവർത്തിക്കൂലെന്നുണ്ടായാ മതി. അനക്കറിയാലോ, 3 വട്ടം മൊഴിയില്ല പിന്നെ എന്താ ഉണ്ടാവുക എന്നുള്ളത്. ഇതിന്നോട് ഈ നേരിട്ട് പറയാതെ ഞാൻ എങ്ങനെയാ എന്റെ മോളെ വീണ്ടും എനക്ക് തരിക? എന്റെ അടുത്ത് പറ്റിപ്പോയതാന്നറിയാം. അത് കേട്ട പാടെ അവിടുന്ന് ഇറങ്ങിപ്പോന്നത് ഓളെ തെറ്റ്. ലൈലെന്നെ കുറ്റപ്പെടുത്തണ്ട, എന്റെ അടുത്ത് വന്ന് തെറ്റാ. അതറിയുന്നോണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ബന്ധത്തിന് സമ്മതം മൂളിയത്. ഇന്നാ ഞാൻ പോട്ടെ, വാപ്പാനെ പറഞ്ഞയക്കാം. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. അതും പോയി.
ഞമ്മളെ ലൈലാനെ കെട്ടിയതല്ലേ ഇത്? സുലൈമാനിക്ക് എന്താ പറ്റിയേ? ഞമ്മളെ കാലുമൊരു റാണി കയറി. അതിപ്പോ മാറ്റി തരാം, നിങ്ങള് വണ്ടി കയറ്. ആ ആ ആ ആ ആ ആ ആ വിട്ടോ 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 വിട്ടോ. ആ ലൈലാന്റെ വീട്ടിൽ കണ്ടില്ലല്ലോ. അവിടേക്ക് വരുമ്പോഴാണ് എന്നെ കണ്ടത്. ഇത് ഗൾഫാണ്. നിങ്ങക്ക് വേണോ? പലിച്ച വർക്കത്തിൻ്റെ കാര്യല്ലേ? വേണമെന്നോ? ആ ലൈറ്റർ വേണോ? അതും കൂടെ എടുത്തോളി. വേണ്ട വേണ്ട, ഇക്കൊന്നും വേണ്ട. ഇത് കണ്ടാലേ നാട്ടുകാർക്ക് വേണം. എന്തിനാ അറിയോ? വീഡിയോ എത്തിക്കാൻ. നിർത്തി നിർത്തി, ഞാനിവിടെ ഇറങ്ങിക്കോളാം. ആ പിന്നെ ലൈലാന്റെ മനസ്സ് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. ശരിയാക്കണം. ആ ആ എന്റെ ഈ കൈ കിടന്ന് വന്ന കുട്ടികള് എന്റെ വാക്കോൾ തട്ടൂല. ധൈര്യമായിട്ട് പോയിക്കോ. ആ അപ്പോ സ്വീപ്പാക്കിയേ ആചാര മരുവനെ നല്ലോണം സ്വീപ്പാക്കി വരുന്നുണ്ട്. അപ്പോ എനിക്കൊരു സ്ട്രോങ് കുറച്ച് ഞാൻ എടുത്താ. അപ്പൊ നിങ്ങൾ എപ്പോഴും സ്ട്രോങ് അല്ലേ കുടിക്കല്? എനിക്ക് എപ്പോ സ്ട്രോങ് വേണം വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കാം. ഇതല്ല അല്ല സുലൈമാൻ, ആ കാറ് കയറി പോയത് ലൈലാന്റെ കെട്ടിയോനല്ലേ? ആ തീപ്പടി കിട്ടിയാട്ടിയെ. ലൈലാന്റെ കാര്യത്തിൽ ഇടപെടാൻ ഓടിക്ക ഈ ഞാൻ തന്നെ വേണ്ടി വന്നു. അപ്പൊ ലൈലാനെ ബാണ്ട വെച്ചോ? അതന്നെ ആയിരിക്കും സംഭവിക്കുക. ഈ സുലൈമാന്റെ വാക്ക് ധിക്കരിച്ച് ആചാർ എന്തെങ്കിലും ചെയ്യൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലൈലാനോട് ചോദിക്കണ്ടേ? അതൊക്കെ ഇങ്ങളെ കൂട്ടത്തില്. ഇത് ഞാനും ആചാരും തീരുമാനിക്കും. ഓൾ അനുസരിക്കും. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. നമ്മളെ മത്തലി ബീരാനാജിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഏതാ? നേരെ ഈ വഴിക്ക്. അല്ല സുലൈമാനെ, ഈ ആ വഴിയൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. അല്ല ആചാരെ കാണുന്നത് എന്തിനാ? പള്ളിക്കാര്യത്തിനാ. പള്ളി ഉണ്ടാക്കാനോ പുതുക്കി പണിയാനോ? ഉണ്ടാക്കാനാ. എന്നാ സുലൈമാനെ ഈയും ചെല്ല്, കാര്യങ്ങൾ നടത്താൻ ഈ അവസ്ഥ. അപ്പൊ ഞാൻ എടുക്കണ ചായയോ? അതെ, നാരായണന്റെ അടുത്തേക്ക് നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിൽ പോവാണ്. നിങ്ങൾ ഈ പള്ളീന്റെ കാര്യത്തില് ഹാജിയാരെ മാത്രമേ കാണുന്നുള്ളൂ? ഒന്നും ഉറപ്പിച്ചിട്ടില്ല. ബീരാനാജിനെ കണ്ടാല് നല്ലൊരു ബർക്കത്താവുന്ന ഗതിയിട്ടായി ഈ വരും. അത് ശരിയാ, ബർക്കത്തിന്റെ രൂപ മൂപ്പർക്ക്. മൂപ്പരെ തിരക്കിനിടയിൽ ഇമാതിരി കാര്യമൊക്കെ ഞാനാ നോക്കല്. എന്ത് കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് മൂപ്പർ എന്നോടൊന്ന് ചോദിക്കും. അപ്പൊ നിങ്ങള് പറഞ്ഞ കേക്കുമല്ലേ? അങ്ങനെയുള്ള കാര്യം ഈ സുലൈമാൻ പറയുള്ളൂ. അപ്പൊ നിങ്ങളായതുകൊണ്ട് പറയാണ്, പള്ളി ഉണ്ടാക്കണം തീരുമാനിച്ചിട്ടുള്ളൂ. സ്ഥലത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിലും ഒന്നും ഒരു തീരുമാനമായിട്ടില്ല. അപ്പോ എല്ലാം കൂടി ഒരു 1.5 കാര്യ നടക്കൂലേ? എന്താ നിങ്ങൾ ഉദ്ദേശം? സത്യം പറയാലോ, ഒരു പള്ളി വന്നാല് ഒരു ഖത്തീബിന്റെ പണിയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. ഉമ്മർക്ക് പോയിന്റെ പുണ്യം കിട്ടീന്, പണിയും കിട്ടീന്, നാട്ടിലെ ഗൾഫാരുടെ ഒരു പവറും കിട്ടീന്. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. വിധിയും വേണ്ടേ, തലയിലെ വരിയും നന്നാവണ്ടേ. ചക്കേട്ടാ മൊയൽ ചാവൂന്ന് വിചാരിച്ച ആചാര്യ ബ്ലാമക്കാരിയല്ലേ? എങ്ങട്ടാ സുലൈമാനെ? ആചാര്യ വീട്ടിലേക്കാ. കൂടെ പോയിക്കൂടെ? അതല്ലേ എളുപ്പം. അരിവാളിന്റെ ആൾക്കാരാ. മറ്റേ ബൈന്റെ പ്രശ്നത്തില് ആചാരായിട്ട് ലേശ രീതിയിലാണ്. ആചാര്യ വീടെത്തിയില്ലേ? എത്തി. ഇവിടെ അടുത്ത് തന്നെ. വാ. നീ ഇങ്ങനെ ബേജാറായല്ലോ. ഇതൊക്കെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്നതല്ലേ. അകത്ത് സൂറുണ്ടല്ലോ. ധൈര്യം കൊടുക്കണ്ട. നീ എന്നെ എങ്ങനെ ആയാലോ? ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗ. സഖാവേ, ലക്ഷ്മിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. നീ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. നാസറേ, വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള വഴി നോക്ക്.
അയ്യോ അയ്യോ എനിക്ക് വയ്യ. ആ, ആ, അമ്മേ. അയ്യോ 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 അയ്യോ. ഒരു 10 മിനിറ്റ് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു. ഹാജിയെ വിളിക്കും, ഞാൻ അയാൾ പറഞ്ഞു. ആരാടാ എന്റെ മുറ്റത്ത് വന്ന് ഇന്നെ തെറി വിളിക്കണേ? ഇപ്പം വിളിച്ചതേ ഉള്ളൂ, ഇനി പ്രവർത്തിക്കേ ചെയ്യാ. ഈ ഇന്ന് എന്ത് ചെയ്യുന്ന ഇപ്പൊ അറിയണേ? ഇന്റെ മുറ്റത്തുനിന്ന് കുറയ്ക്കാതെ ഇറങ്ങി പോയി ഹിമാറളെ. അങ്ങനെ അങ്ങ് പേടിച്ചു പോകാനല്ല ഞങ്ങൾ വന്ന്. കൊമ്പങ്കല്ല് ഭാഗത്തേക്ക് ഒരു വഴിക്ക് വേണ്ടി കുറച്ച് സ്ഥലം വിട്ടുതരാൻ പലതവണയായി നിങ്ങളോട് ഞങ്ങൾ പറയണേ. ഇത് പറയാനായി ഈ തെണ്ടികളായിട്ട് രാവിലെ എഴുന്നള്ളി? തെണ്ടിക്കൂട്ടത്തിന്റെ എഴുന്നള്ളത്തല്ല, അവസാനത്തെ താക്കീതാ. ഒരു വഴിയില്ലാത്തതിന്റെ പേരിലായി ഇന്നലെ ഇവിടെ ഒരു മരണം സംഭവിച്ചത്. ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഈ ഒലത്തും നാട്ടില് ജനിക്കണോണ്ടിയും മരിക്കണോണ്ടിയും സൗകര്യത്തിന് എന്റെ മുതലിന് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ചെറ്റനും ഞാൻ വകക്കൂല. നാട്ടുകാരെ പ്രശ്നത്തിന് നിങ്ങളും നിങ്ങളെ മുതലാണ് വിലങ്ങ് തരിയെങ്കില് ഈ ബാപ്പുട്ടി അതങ്ങ് മാറ്റുകാചാരെ. അന്റെ ബാപ്പ സഖാവ് സെയ്താലിന്റെ ഒറ്റയാൻ സ്വഭാവം അണക്കെന്ന് വെച്ചാ ബാപ്പുട്ടിയെ ഇന്ത്യ കൈയോണ്ടാന്റെ മയ്യത്ത് ജനിച്ച മരിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ആചാര്യ ഞാൻ നടക്കണത്. ഇനി ഇക്കാര്യം പറഞ്ഞ് ഈ മറ്റത്ത് വരൂല. ആ വഴി വെട്ടണ തടയാൻ പറ്റെങ്കിൽ തടി. എല്ലാരും വരി. എന്തായി മാറെ നോക്കിക്കണ്? പോടുന്ന് പോയി വണ്ടി കഴിക്കടാ. ആ തല തിരിഞ്ഞോന്റെ റൂഹ് നിക്കാൻ പോണേന്റെ തിളക്കല ഇന്നോടവന്റെ ഒരു കളി.
പ്രകാശ ദേവനെ കണ്ട് അവനാ കടയിലുണ്ട്. ആ സംഭവത്തിന് ശേഷം അവനൊരു മാറ്റം ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ ഇത് പറയുമ്പോഴാണ് എനിക്കും തോന്നിയത്. ഞാൻ ആദ്യമൊക്കെ കരുതിയത് വീട്ടിലെ അവസ്ഥ കൊണ്ടാണെന്നാ. അതല്ലേ എല്ലാരും കരുതുള്ളൂ. ഒരു സോനയും ബാപ്പുട്ടി ഒരുമിച്ച് ഞാനും കണ്ട്. എന്താണ് അവന്റെ മനസ്സിലെന്ന് നമുക്കറിയണല്ലോ. ബാപ്പുട്ടിക്കെതിരായി നിൽക്കാൻ കിട്ടിയ അവസരമായിരുന്നു അത്. അതിന്റെ തുടക്കം കിട്ടി. പക്ഷേ കൂടെയുള്ള ഒരാള് ഒരിടത്ത് നേടുമ്പോ ഒരിടത്ത് പോവാ. അങ്ങനെ നഷ്ടപ്പെടാനാണെങ്കിൽ നമ്മളൊക്കെ പിന്നെ എന്തിനാ? വാ നമുക്കൊന്ന് പോയി നോക്കാം. ദേവാ, ഇപ്പം നിന്നെ ഒന്നിനും കിട്ടുന്നില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നിന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. നീ വാ. ആഘോഷങ്ങൾക്ക് കൂടുതൽ പ്രൗഢിയോടെ 100% BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ വണ്ടൂരിൽ ആദ്യമായി. CK's ഗോൾഡ് വണ്ടൂർ. കാലം മാറ്റുരച്ച കനകസ്പർശം. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫർ. ഓരോ പർച്ചേസിനും സമ്മാനങ്ങൾ ഉറപ്പ്.